സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കാൻ തീരുമാനം. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറാണ് റവാഡ ചന്ദ്രശേഖർ. 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ഇന്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്ത് സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖരനെ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. CISF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇൻസ്പെക്ടർ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി ASPRക്ക് കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന്റെ പങ്കിനെ ചൊല്ലി മുമ്പ് വലിയ വിവാദവും ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം സർവീസിൽ തിരിച്ചെത്തുകയും പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് മാറുകയും ചെയ്തു. 2026 ജൂലൈ വരെയാണ് സംസ്ഥാന പോലീസ് മേധാവി കാലാവധി. ഷെയ്ഖ് ദർവീഷ് സാഹബ് വിരമിച്ചതോടെയാണ് നിയമനം. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് റവാഡ. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലെത്തുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ റവാഡ നയതന്ത്ര ചാതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ്. കൃത്യതയാണ് റവാഡയുടെ മുഖമുദ്ര. മകൻ സിവിൽ സർവീസുകാരനാകണമെന്നായിരുന്നു കർഷകനായ അച്ഛൻ റവാഡ വെങ്കിട്ടറാവുവിന്റെ ആഗ്രഹം. പഠിച്ചു വളർന്ന ചന്ദ്രശേഖരന്റെ ആഗ്രഹം ഡോക്ടർ ആകണമെന്നുമായിരുന്നു. MBBS കിട്ടാത്തതിനാൽ അഗ്രികൾച്ചർ പഠനത്തിലേക്ക് നീങ്ങി. PG കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസിലൊന്ന് കൈവച്ചു. 1991 ബാച്ചിൽ IPS കിട്ടി അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു. തലശ്ശേരി ASP ആയിരുന്നു തുടക്കം. പക്ഷേ തുടക്കം വളരെ കയ്പ് നിറഞ്ഞതായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും ചിരിയും കൈവിട്ടില്ല. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി പേരെടുത്തു റവാഡ. തിരുവനന്തപുരത്ത് കമ്മീഷണറായിരുന്നു. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SCRBയിൽ IG ആയി. ഏറെ വൈകാതെ IBയിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിൽ പോയി. നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിർണായക തസ്തികകളിൽ ജോലി ചെയ്തു. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെട്ടു. ഇതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരാൻ താൽപര്യം അറിയിച്ചത്. പട്ടികയിലെ 2ാം സ്ഥാനക്കാരനായി ആന്ധ്ര വെസ്റ്റ് ഗോദാവരി ജില്ലക്കാരൻ റവാഡ എന്ന കർഷക തറവാടിൽ നിന്നും പോലീസ് മേധാവി കസേരയിലേക്ക് എത്തുകയാണ് റവാഡ. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സുത്യർക്ക മെഡലുകളും ലഭിച്ചിട്ടുണ്ട്.